Good morning, my dear friends. So we were discussing the chapter equilibrium, right? So today we will discuss the remaining of this chapter. All right. So ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അയണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് അയണൈസേഷൻ അല്ലെ? എന്താണ് അയണൈസേഷൻ? ഒരു കോമ്പൗണ്ട് അതിന്റെ അയോൺസിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അയണൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു അയണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആൻഡ് അവിടെ ഫോം ചെയ്യുന്ന എന്തൊക്കെയാണ്? അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. So please look, always the stronger acid donates a proton to the stronger base. എപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് എന്ത് ഡൊണേറ്റ് ചെയ്യുന്നു? സ്ട്രോങ് ബേസിന് എന്താണ് കൊടുക്കുന്നത്? ഒരു പ്രോട്ടോൺ ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. ആൻഡ് സ്ട്രോങ് ആസിഡ്സ് ഡിസോസിയേറ്റ് വെരി ഈസി ഇൻ വാട്ടർ, റിസൾട്ടിംഗ് ഇൻ എ ഫോർമേഷൻ ഓഫ് a weak base. എന്താണ്? ഒരു സ്ട്രോങ് ആസിഡ് എപ്പോഴും വെള്ളത്തിൽ വാട്ടറിൽ പെട്ടെന്ന് തന്നെ ഡിസോസിയേറ്റ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഒരു വീക്ക് ബേസ് അവിടെ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഓൾവേസ് സ്ട്രോങ് ആസിഡ്സ് ഹാവ് വീക്ക് കോൺജുഗേറ്റ് ബേസസ്. അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് എപ്പോഴും ഒരു പ്രോട്ടോണിനെ അതിന്റെ ബേസിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. മാത്രമല്ല വെരി ഈസിലി ഇറ്റ് വിൽ ഡിസോസിയേറ്റ് ഇൻ വാട്ടർ. ആൻഡ് ഓൾസോ സ്ട്രോങ് ആസിഡ്സ് ഹാവ് ഓൾവേസ് എ വീക്ക് ബേസ്. അത്തരത്തിലുള്ള ബേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർ സ്ട്രോങ് ആസിഡ്സ് അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെർക്ലോറിക് ആസിഡ്, ഹൈഡ്രോ അയഡിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്. ഇതെല്ലാം നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ആൻഡ് നെക്സ്റ്റ് ഈസ് വീക്ക് ആസിഡ്. വീക്ക് ആസിഡിന്റെ കേസാണ് പറയുന്നതെങ്കിൽ സ്ട്രോങ് ആസിഡിന് ഒരു വീക്ക് കോൺജുഗേറ്റ് ബേസ് ഉള്ളതുപോലെ വീക്ക് ആസിഡിന് എപ്പോഴും ഒരു സ്ട്രോങ് കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആൻഡ് അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, അസിറ്റിക് ആസിഡ് എക്സെട്ര. സോ weak acid in example എന്ന് പറയുന്നത് hydrofluoric acid and acetic acid. For strong acids perchloric acid, hydroiodic acid and nitric acid. So next is ionization constant and ionic product. Important ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റ് ആണ്. ഒന്ന് അയണൈസേഷൻ കോൺസ്റ്റന്റ്, മറ്റൊന്ന് അയോണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇൻ പ്യൂർ വാട്ടർ one water molecule donates proton. പ്യുവർ വാട്ടർ, ഏറ്റവും പ്യുവർ ഫോം, ദാറ്റ് മീൻസ് H2O ആയിട്ടിരിക്കുന്ന പ്യുവറസ്റ്റ് ഫോമിലായിട്ടിരിക്കുന്ന വാട്ടറിൽ വാട്ടർ മോളിക്യൂൾ എന്താണ് ഡൊണേറ്റ് ചെയ്യുന്നത്? ഡൊണേറ്റ്സ് എ പ്രോട്ടോൺ ആൻഡ് ആക്ട് ആസ് ആൻ ആസിഡ്. ഒരു പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഒരു H+ ഡൊണേറ്റ് ചെയ്യുകയും വാട്ടർ മോളിക്യൂൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് H+, പ്രോട്ടോൺ ഡോണേഴ്സ് ആർ കോൾഡ് ആസിഡ്. സോ വാട്ടർ, പ്യുവർ വാട്ടർ ഒരു H+ ഡൊണേറ്റ് ചെയ്ത് അവിടെ എന്തായിട്ടിരിക്കുന്നു? ഒരു ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. And another water molecule accept a proton. Who is a proton acceptor? A base is a proton acceptor. ഒരു വാട്ടർ മോളിക്യൂൾ ആ ഡൊണേറ്റ് ചെയ്ത പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുകയും അത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് മീൻസ് അറ്റ് ദ സെയിം ടൈം വാട്ടർ ആക്ട് ആസ് ആസിഡ് ആൻഡ് ബേസ്. ഇതാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ. സി H2O plus H2O giving H3O plus and OH minus. ഒരു ഹൈഡ്രോണിയം അയോണും ഒരു ഹൈഡ്രോക്സിൽ അയോണും ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ അത് ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും വാട്ടർ ആക്ട് ചെയ്യുന്നു. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഇസ് K is equal to concentration of H3O plus plus OH minus by H2O. This is ionic constant and this is ionic product. So next is some points. So the concentration of water is omitted from the denominator. നമ്മൾ എന്താണ് നേരത്തെ നമ്മൾ കണ്ട റിയാക്ഷനിൽ എന്താണ് ചെയ്തത്? അവിടെ നമ്മൾ K എഴുതിയപ്പോൾ H3O plus ന്റെ കോൺസെൻട്രേഷനും OH minus by H2O ഇതായിരുന്നു നമ്മുടെ റിയാക്ഷൻ. ഇതിൽ നിന്നും നമ്മൾ ഡിനോമിനേറ്റർ ഭാഗത്തു നിന്നും H2O യുടെ കോൺസെൻട്രേഷൻ നമ്മൾ ഒമിറ്റ് ചെയ്തു, വേണ്ടാന്ന് വെച്ചു. ആൻഡ്
water is a pure liquid and its concentration remains constant. And the reason എന്താണ്? Water എന്ന് പറയുന്നത് pure liquid ആണ്, pure ഫോമിലാണ്. സോ നമുക്ക് അതിന്റെ കോൺസ്റ്റന്റ് എപ്പോഴും അതിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. Water is incorporated within the equilibrium constant to give a new constant Kw, which is called the ionic product of water. So how can we write the ionic product of water? Kw, that is the ionic product of water is equal to H plus concentration of H plus into concentration of OH minus will gives the ionic product of water. Understand? നമ്മൾ എങ്ങനെയാണ് വാട്ടറിന്റെ അയണിക് പ്രോഡക്റ്റ് എഴുതുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് H plus ions into concentration of OH minus ions. So we can distinguish the acidic, basic and neutral solutions by relatively values of H3O, hydronium ioniന്റെയും hydroxyl ionsന്റെയും കോൺസെൻട്രേഷൻസ് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്ന് പറയാൻ സാധിക്കും. H3O plus, that means hydronium ionsന്റെ concentration ആണ് കൂടുതലെങ്കിൽ that means the solution will be acidic. And hydronium ionsന്റെ concentration OH minusന്റെ concentrationേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ solution will be basic. And if both are equal, then the solution is called neutral. Understand? Acidic solution ആകണമെങ്കിൽ hydronium ionsന്റെ concentration ആയിരിക്കും hydroxyl ionsന്റെ concentration-നെക്കാളും കൂടുതൽ. Basic ആണെങ്കിൽ ഏതായിരിക്കും കൂടുതൽ? OH minus ആയിരിക്കും കൂടുതൽ. If it is neutral, then both will be equal. Clear? So, next is ionization constant of weak acids. All right. അതിന് നമുക്കൊരു ഇക്വേഷൻ വെച്ച് പഠിക്കാം. Ka is equal to C square alpha square by C into 1 minus alpha, that is equal to C alpha square by 1 minus alpha. ഇവിടെ Ka എന്ന് പറയുന്നതിനെയാണ് ഡിസോസിയേഷൻ ഓർ അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ Ka is the measure of strength of an acid HX. HX എന്ന് പറയുന്ന ഒരു ആസിഡിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്ന വാല്യൂ ആണ് Ka എന്ന് പറയുന്നത്. That is larger than the value of Ka, the stronger is the acid. Ka വാല്യൂ എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം ആസിഡ് സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, Ka വാല്യൂ എത്രത്തോളം കൂടുതലാണോ അത്രയും തന്നെ ആ ആസിഡ് strong ആയിരിക്കും. It is a dimensionless quantity. We know that it is a dimensionless quantity and it does not contain any unit and with all species of concentration 1 molar. All right. So this is the equation for ionization of weak acids. All right. So the next is കുറച്ച് സ്റ്റെപ്പുകളാണ് ഇതിനാണ് to evaluate the pH of weak electrolytes. ചില ഇലക്ട്രോലൈറ്റുകളുടെ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് pH കണ്ടുപിടിക്കുന്നത് സഹായകരമായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ സ്പീഷീസ് പ്രസന്റ് ബിഫോർ ഡിസോസിയേഷൻ ആർ ഐഡന്റിഫൈഡ് ആസ് ലവറി, ബ്രോൺസ്റ്റഡ് acids or bases. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം തന്നെ സ്പീഷീസ് പ്രസന്റ് ബിഫോർ ഡിസോസിയേഷൻ, ഡിസോസിയേഷന് മുമ്പുള്ള ഒരു സ്പീഷീസ് മേ ബി ആസിഡ് ഓർ ബേസ് എന്താണ് നമ്മൾ ലവറി, ബ്രോൺസ്റ്റഡ് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഫസ്റ്റ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ബാലൻസ്ഡ് ഇക്വേഷൻ ഫോർ പോസിബിൾ റിയാക്ഷൻ. ദാറ്റ് മീൻസ് കൃത്യമായി സ്റ്റോഷിയോമെട്രിക് അനുസരിച്ച് ബാലൻസ്ഡ് ഇക്വേഷൻ ഫോളോ ചെയ്യുക ഫോർ ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. ബേസിനായാലും ആസിഡിനായാലും കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ, ബാലൻസ്ഡ് ഇക്വേഷൻ തന്നെ കൊടുക്കുക. തേർഡ് സ്റ്റെപ്പ് ഈസ് റിയാക്ഷൻ വിത്ത് ഹയർ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഈസ് ഐഡന്റിഫൈഡ്. ഹയർ അയണൈസേഷൻ കോൺസ്റ്റന്റ് Ka വാല്യൂ കൂടുതലുള്ള റിയാക്ഷനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ആസ് പ്രൈമറി റിയാക്ഷൻ ആൻഡ് വിത്ത് സബ്സിഡറി റിയാക്ഷൻ. നമ്മൾ ഏതാണോ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഹയർ വാല്യൂയിലുള്ളത് അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇൻ ഫോർത്ത് സ്റ്റെപ്പ് എൻലിസ്റ്റ് ഇൻ എ ടാബുലാർ ഫോം. എന്തൊക്കെയായിട്ടാണ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ മെൻഷൻ ചെയ്യുക. പ്ലീസ് ഡു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻ ദ ഫസ്റ്റ് കോളം. Then change in concentration into equilibriums in terms of degree of ionization.
ഡിഗ്രി ഓഫ് അയണൈസേഷന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ മെൻഷൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മെൻഷൻ ചെയ്യുക. അതിനുശേഷം ഈ 3 സ്റ്റെപ്പിന് ശേഷം നമ്മൾ എന്താണ് ടേബിൾ ഫിൽ ചെയ്യൂ. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ഇൻടു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കോൺസെൻട്രേഷനെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് ഈസ് കാൽക്കുലേറ്റ് pH ബൈ ദ ഫോർമുല pH is equal to minus log H plus. ഈ ഫോർമുല യൂസ് ചെയ്ത് pH കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് അയണൈസേഷൻ ഇക്വിലിബ്രിയം തന്നിട്ടുണ്ട് ഒരു ടേബിൾ. ഈ ടേബിൾ യൂസ് ചെയ്ത് നമുക്ക് ഈ സ്റ്റെപ്പുകൾ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. സോ ആസിഡിന്റെയും ബേസിന്റെയും നമുക്ക് അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ഈസ് ആസിഡ്സ് ആൻഡ് ബേസിക് സ്ട്രെങ്ത്. ആസിഡിന്റെയും ബേസിന്റെയും സ്ട്രെങ്ത് എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് ഈ കോൺസെപ്റ്റ്. We know strong acids get completely dissociating water. വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ മുഴുവനായും ഡിസോസിയേറ്റ് ചെയ്യുന്ന സ്പീഷീസ് ആണ് സ്ട്രോങ് ആസിഡ്സ് ആൻഡ് their conjugate bases are quite weak. That means strong acid എപ്പോഴും conjugate base weak ആയിരിക്കും and for weak acid conjugate base എന്ന് പറയുന്നത് weak bases ആയിരിക്കും. പക്ഷേ സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു. വീക്ക് ആസിഡ് ബട്ട് ഓൺലി ഡിസോസിയേറ്റ് പാർഷ്യലി, പകുതി മാത്രമേ വീക്ക് ആസിഡ്സ് എന്ത് ചെയ്യുള്ളൂ, ഡിസോസ് ചെയ്യുകയുള്ളൂ. സോ acid base strength. In any acid base reaction, equilibrium will favor the reaction that moves the proton to the stronger base. Acid base strength in the concept പറയുന്നത് എന്താണ്, ഏതൊരു ആസിഡ് ബേസ് റിയാക്ഷൻ എടുത്താലും ഇക്വിലിബ്രിയം എന്തിനെ മാത്രമേ ഫേവർ ചെയ്യുള്ളൂ, റിയാക്ഷൻ ദാറ്റ് മൂവ്സ് പ്രോട്ടോൺ ടു ദ സ്ട്രോങ്ങർ ബേസ്. ആ റിയാക്ഷൻ എങ്ങനെയായിരിക്കണം, പ്രോട്ടോണിനെ സ്ട്രോങ്ങർ ബേസിലേക്ക് കൊണ്ടുപോകുന്ന റിയാക്ഷൻസിന് ഇക്വിലിബ്രിയം എപ്പോഴും ഫേവർ ചെയ്യുകയുള്ളൂ. എങ്ങനത്തെ റിയാക്ഷൻ ആണ്, ഏതെങ്കിലും ഒരു ആസിഡ് ബേസ് റിയാക്ഷൻ ഇക്വിലിബ്രിയം ഫേവർ ചെയ്യുന്നത് ഏത് സ്പീഷീസിനെയാണോ, ഏത് സ്പീഷീസ് ആണോ പ്രോട്ടോണിനെ സ്ട്രോങ്ങർ ബേസിലേക്ക് മൂവ് ചെയ്യുന്നത്, അത്തരം റിയാക്ഷൻസിനെയാണ് ഇക്വിലിബ്രിയം ഫേവർ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കൂ, HCl and H2O, dissociation of a strong acid. HCl is a strong acid, CH3O plus and Cl minus, and H2O is much stronger base than Cl minus. ഇവിടെ H2O എന്ന് പറയുന്നത് Cl-നെക്കാളും Cl മൈനസിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസിഡ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ലൈസ് ഓഫ് ആർ ടു റൈറ്റ് and K is not measured. ഇവിടുത്തെ K വാല്യൂ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് is very very greater than 1. All right. So next is ionization of weak bases. വീക്ക് ബേസുകളുടെ അയണൈസേഷനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ബേസ് അയണൈസേഷൻ ഈസ് കോൾഡ് ബേസ് അയണൈസേഷൻ കോൺസ്റ്റന്റ്. ബേസിന്റെ അയണൈസേഷൻ, ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ബേസിന്റെ അയണൈസേഷൻ ഉള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ബേസ് അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ Kb. സോ ബേസ് അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ബേസ് അയണൈസേഷൻ ഈസ് കോൾഡ് ബേസ് അയണൈസേഷൻ കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ Kb. Alternatively, C എന്ന് പറയുന്നത്, that means concentration is equal to initial concentration of base. അതുപോലെ ആൽഫ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം, Kb is equal to C square alpha square by C into 1 minus alpha. ഈ സ്ക്വയറും ഈ ഒരു സിയും കട്ട് ചെയ്ത് കളയുമ്പോൾ C alpha square by 1 minus alpha എന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, ബേസ് അയണൈസേഷൻ കോൺസ്റ്റന്റ് നമുക്ക് കിട്ടുന്നു. സോ ദ നെക്സ്റ്റ് ഈസ് relation between Ka and Kb. Ka is the ionization constant for acids and Kb is the ionization constant for base ionization constant. എങ്ങനെ നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ്. The equilibrium constant for a reaction obtained after adding 2 or more reactions equal to the product of equilibrium constant for individual reaction. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ net K value means
K1 into K2 into etc. And Ka into Kb is equal to Kw. Please remember this equation. Ionization constant of acid into ionization constant of base gives the value Kw. And pKa into pKb gives pKw, that is equal to 14. pH ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ pKa into pKb is equal to pKw, that is equal to 14. This is the relation between Ka and Kb. So next is the concept of di and polybasic acids and di and polyacidic bases. So confusion varunathu di and polybasic acid, dibasic acid, polybasic acid and dipolyacidic bases, di and polyacidic bases. So endananu nokka, some acids like oxalic acid, sulfuric acid, phosphoric acid have more than one ionizable proton per molecule of the acid. That means endana oxalic acid, sulfuric acid, phosphoric acid പോലുള്ള ആസിഡുകൾക്ക് എന്താണുള്ളത്, ഒന്നിൽ കൂടുതൽ അയണൈസബിൾ പ്രോട്ടോൺസ് ഉണ്ടാകും. ഓരോ മോളിക്യൂളിനും ഡൊണേറ്റ് ചെയ്യാനുള്ള പ്രോട്ടോൺസിന്റെ എണ്ണം ഒന്നിൽ കൂടുതലായിരിക്കും. Then such acids are called polybasic or polyprotic acid. Means ഒന്നിൽ കൂടുതൽ പ്രോട്ടോൺസ് ഡൊണേറ്റ് ചെയ്യാനുള്ള ആസിഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിബേസിക് ആസിഡ് ഓർ പോളിപ്രോട്ടിക് ആസിഡ്സ്. So dibasic acid എന്ന് പറയുന്നത് എന്താണ്? Those which have more than 2 ionizable proton. രണ്ടിൽ കൂടുതൽ അയണൈസബിൾ പ്രോട്ടോൺസ് ഉള്ള ആസിഡ്സിനെയാണ് നമ്മൾ ഡൈബേസിക് ആസിഡ് എന്ന് പറയുന്നത്. എന്താണ് ട്രൈബേസിക്? മൂന്നിൽ കൂടുതൽ പ്രോട്ടോൺസ് ഡൊണേറ്റ് ചെയ്യാനുള്ളവയാണ്, അയണൈസബിൾ പ്രോട്ടോൺസ് ഉള്ളവയാണ് എന്തെന്ന് പറയുന്നത്, ട്രൈബേസിക് ആസിഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, higher order ionization constants are smaller than lower order constants and hence it is difficult to remove a positively charged proton from a negative ion due to electrostatic forces. ഇവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം നമുക്ക് എപ്പോഴും എന്താണ്, ഒരു നെഗറ്റീവ് അയോണിൽ നിന്നും ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണിനെ റിമൂവ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, so next is the factors affecting acidic strength. കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അസിഡിക് സ്ട്രെങ്തിനെ ബാധിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എക്സ്റ്റെന്റ് ഓഫ് ഡിസോസിയേഷൻ ഓഫ് ആൻ ആസിഡ് ഡിപെൻഡ്സ് ഓൺ ദ സ്ട്രെങ്ത് ആൻഡ് പൊളാരിറ്റി ഓഫ് HA ബോണ്ട്. ആസിഡിന്റെ സ്ട്രെങ്തിനെ അഫക്ട് ചെയ്യുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പൊളാരിറ്റി, ബോണ്ട് പൊളാരിറ്റിയും സ്ട്രെങ്തും ആണ്. പൊളാരിറ്റി മീൻസ് ചാർജസ്, പാർഷ്യൽ പോസിറ്റീവ് പാർഷ്യൽ നെഗറ്റീവ് ചാർജസ്, ഒന്നതും പിന്നൊന്ന് സ്ട്രെങ്തും. നെക്സ്റ്റ് ഈസ് strength of HA bond decreases as the energy required to break the bond decreases. എത്രത്തോളം എനർജി ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ, ബോണ്ട് പൊട്ടിക്കാനായി നമുക്ക് എത്രത്തോളം എനർജി കുറവാണോ അത്രയും തന്നെ അതിന്റെ സ്ട്രെങ്ത്, HA ബോണ്ടിന്റെ സ്ട്രെങ്തും കുറവായിരിക്കും. ദാറ്റ് മീൻസ് HA becomes stronger acid. HA എന്തായിരിക്കും? സ്ട്രോങ്ങർ ആസിഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സൈസ് ഓഫ് A increases down a group in a periodic table. പീരിയോഡിക് ടേബിൾ താഴോട്ട് വരുന്നതോറും എന്താണ്, എ എന്ന ആറ്റത്തിന്റെ സൈസ് കുറയാണ്. അങ്ങനെ വരുമ്പോൾ HA ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ്. താഴോട്ട് വരുന്നതോറും ആ ആറ്റത്തിന്റെ സൈസ് കുറയുന്നത് കൊണ്ട് HA ബോണ്ട് സ്ട്രെങ്ത് ഓൾവേസ് ഡിക്രീസസ്. സോ ദ ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസസ്. HA ബോണ്ട് സ്ട്രെങ്ത് എത്രത്തോളം കുറവാണോ അത്രയും തന്നെ ആസിഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ഈസ് ആസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് A ഇൻക്രീസസ്. A എന്ന് പറയുന്ന സ്പീഷീസിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രത്തോളം കൂടുന്നുണ്ടോ അത്രയും തന്നെ ആസിഡ് സ്ട്രെങ്തും കൂടുതലായിരിക്കും. സോ ദീസ് ആർ ദ പോയിന്റ്സ് വിച്ച് അഫക്ട് ദ സ്ട്രെങ്ത് ഓഫ് ആസിഡ്. ആൻഡ് ദിസ് ഈസ് സിമ്പിൾ ചാർട്ട്. എന്താണ്, ഹാലോജൻസ് ആണല്ലേ, FCl, Br, iodine. These are halogens. സോ ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് ആർക്കാണ്? അയോഡിൻ ആണ്. ഹാലോജൻസിൽ സൈസ് കൂടുതൽ ഈ തന്നിരിക്കുന്നതിൽ അയോഡിൻ ആണുള്ളത്. സോ ഇങ്ങോട്ട് പോകുന്നതോറും ഫ്രം ഫ്ലൂറിൻ ടു അയോഡിൻ സൈസ് ഇൻക്രീസസ് ആൻഡ് ആസിഡിക് സ്ട്രെങ്ത് ഓൾസോ
increases. All right. So electronegativity base ചെയ്ത് പറയുകയാണെങ്കിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് CH4 ആയിരിക്കും ഏറ്റവും കുറവ് ആൻഡ് ഏറ്റവും കൂടുതൽ HF ഫ്ലൂറിൻ ആണ്, ഹാലോജൻ ആണ്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ സ്പീഷീസ് എന്ന് പറയുന്നത് HF ആണ് ആൻഡ് ആസിഡ് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് HF-ന് ആയിരിക്കും. So next is general tendency in acidity. General trends in acidity. So the stronger an acid is at donating H+. എത്രത്തോളം H+ ഡൊണേറ്റ് ചെയ്യാനായി ഒരു ആസിഡ് സ്ട്രോങ് ആണോ അത്രയും തന്നെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. Alright, that means H+ ഡൊണേഷൻ എത്രത്തോളം സ്ട്രോങ് ആണോ, എത്രത്തോളം കൂടുതലാണോ അത്രയും തന്നെ അതിന്റെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും. Higher the oxidation number of acid. ആസിഡിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രത്തോളം കൂടുതലാണോ അത്രയും സ്ട്രോങ് ആയിരിക്കും അതിന്റെ ഓക്സി ആസിഡ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ് എന്ന് പറയുന്നത് H2SO4 and last one is HNO2 and H2SO3, HNO3 lies between that. Okay. So cations are stronger than acids than neutral molecule and neutral acids are stronger than anions. Cations എന്ന് പറയുന്നത് എന്തായിരിക്കും? ആസിഡിനെക്കാളും സ്ട്രോങ് ആയിരിക്കും than neutral molecule and neutral acid എന്ന് പറയുന്നത് stronger than anions ആയിരിക്കും. അതിനെ ബേസ് ചെയ്ത് ഹൈഡ്രോണിയം അയോണിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത് and last lies the NH2. മിഡിൽ H2O less than OH is equal to NH4 and so on. And bases have a opposite trend. ഇതുപോലെ ഒന്നും ആയിരിക്കില്ല, ഇതിനെല്ലാം നേരെ എതിരായിരിക്കും ബേസുകളുടെ സ്വഭാവം. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് കോമൺ അയോൺ ഇഫക്റ്റ്. അതിന്റെ പേര് പോലെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏതെങ്കിലും ഒരു സ്പീഷീസിൽ കോമൺ അയോൺ ഉണ്ടാകും. ദാറ്റ് ഈസ് കോമൺ അയോൺ ഇഫക്റ്റ്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. Reducing the concentration of hydrogen ions is called the common ion effect. And in another ways we can say hydrogen ions in the concentration എത്രത്തോളം നമ്മൾ reduce ചെയ്യുന്നു അതിനെ നമ്മൾ പറയുന്നതാണ് common ion effect. And it can be defined as a shift of equilibrium. ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത്, ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി it is a shift in equilibrium on adding a substance that provides more of an ionic species. കൂടുതൽ അയണിക് സ്പീഷീസ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി പ്രസന്റ് ഇൻ ദ ഡിസോസിയേഷൻ ഇക്വിലിബ്രിയം. ദെൻ കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമുക്ക് എല്ലാവർക്കും പരിചിതമായ ലേ ചാപ്ലിയർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് ആൻഡ് ദ pH ഓഫ് ദ സൊല്യൂഷൻ. ഹൈഡ്രോളിസിസ് എന്താണെന്ന് അറിയാം, pH എന്താണെന്ന് അറിയാം, ഇവർ തമ്മിലുള്ള റിലേഷൻ കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം. Salt are formed by the reaction between acids and bases in definite proportion. നമുക്കറിയാം സോൾട്ട് ഫോം ചെയ്യുന്നത് പർട്ടിക്കുലർ ആസിഡും ബേസും ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോൾട്ട് പ്ലസ് വാട്ടർ നമുക്ക് കിട്ടുന്നത്. ഓൾറൈറ്റ്, ആസിഡും ബേസും ചേർന്ന് കറസ്പോണ്ടിങ് സോൾട്ട് ആൻഡ് വാട്ടർ നമുക്ക് കിട്ടുന്നു. In definite proportions, അതും നമ്മൾ ഓർക്കുക, that is called neutralization reaction. So afterwards undergo ionization in water. Cations and anions, നമുക്കറിയാം ഏതൊരു സോൾട്ടിലായാലും ഒരു പോസിറ്റീവ് പാർട്ടും കാണും, ഒരു നെഗറ്റീവ് പാർട്ടും കാണും. The positive part is called cation and the negative part is called anion. Formed on ionization of salt exist as hydrated ions in aqueous solution. Aqueous solution ഒരു സോൾട്ടിലുള്ള കാറ്റയോൺസും ആനിയോൺസും എങ്ങനെയായിട്ടായിരിക്കും ഇരിക്കുന്നത്? ആസ് ഹൈഡ്രേറ്റഡ് അയോൺസ് ഓർ interact with the water to reform corresponding acid or bases. Again ഈ സോൾട്ട് വെറുതെ ഇരിക്കില്ല, എന്ത് ചെയ്യും? വാട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവിടെ ഉണ്ടാവുന്ന എന്താണ്? കറസ്പോണ്ടിങ് ആസിഡ് ആൻഡ് ബേസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതിനുശേഷമുള്ള പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് കാറ്റയോൺസ് ഓർ ആനിയോൺസ് ഓർ ബോത്ത് ദ സോൾട്ട് ഈസ് കോൾഡ് ഹൈഡ്രോളിസിസ്. ഇവിടെ എന്താണ്? കറസ്പോണ്ടിങ് ആസിഡോ ബേസോ ഫോം ചെയ്തതിനു ശേഷം വെറുതെ ഇരിക്കില്ല, പകരം അവിടെ ആ വാട്ടറും ഫോം ചെയ്ത കാറ്റയോണോ ആനിയോണോ മറ്റ് സോൾട്ടോ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ,
So next is an important equation. We can say the degree of hydrolysis is independent of concentration of solution. ഹൈഡ്രോളിസിന്റെ അളവ് അല്ലെങ്കിൽ ഡിഗ്രി ഓർ റേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ കോൺസെൻട്രേഷൻ, ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷനായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ pH ഓഫ് സച്ച് സൊല്യൂഷൻസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ pKa വാല്യൂ. നമുക്ക് അവിടുത്തെ pH ഡിറ്റർമൈൻ ചെയ്യണം. pH കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ pKa വാല്യൂ ഡിറ്റർമൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. So the pH of solution can be greater to 7. നമുക്കറിയാം pH value before and after 7. If the difference is positive pH value ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നും നെഗറ്റീവ് pH value ആണെങ്കിൽ എന്തായിരിക്കും നമുക്കറിയാം. And will be less than 7 if the difference is negative. 7നെക്കാളും greater ആണെന്നുണ്ടെങ്കിൽ difference will be positive. Greater than 7 it will be positive, and if less than 7 then it will be negative. All right, so let's see this equation. pH is equal to 7 plus 1/2 into pKa minus pKb. Ka എന്താണ് ionization constant of acid, Kb എന്താണ് ionization constant of water. So this is the equation for determining the pH of the solution. Okay. So see, buffer solution. It is also another important concept. Let's see what it is. Buffer solution. The solution which resists change in pH on dilution. എന്താണ് pHലെ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുകയോ എപ്പോഴാണ് ഓൺ ഡൈല്യൂഷൻ. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ pHലെ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബഫർ സൊല്യൂഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ചേഞ്ച് വിത്ത് ദ അഡീഷൻ ഓഫ് സ്മോൾ amount of acid or alkali. എപ്പോഴൊക്കെയാണ് ഈ pH ചേഞ്ച് വരുന്നത്? when we add acid or alkali. അങ്ങനെ ചേഞ്ച് വരുന്ന സമയത്ത് ഉള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ പറയുന്നത് ബഫർ സൊല്യൂഷൻസ്. Buffer solutions are prepared from the knowledge of pKa and pKb of base and controlling the ratio of salt and acid on salt and base. നമുക്ക് എങ്ങനെ ഒരു ബഫർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാം? by knowing the value of pKa and pKb values, and also we can control by അവിടുത്തെ റേഷ്യോ ഒന്ന് കൺട്രോൾ ചെയ്താൽ, സോൾട്ട് ഫോർമേഷന്റെ റേഷ്യോ ഒന്ന് കൺട്രോൾ ചെയ്താലും നമുക്ക് pH വാല്യൂ മനസ്സിലാക്കാനായിട്ട് ബഫർ സൊല്യൂഷൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് സോലുബിലിറ്റി ഈക്വിലിബ്രിയം ഓഫ് സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട്. എന്താണ് ഈ സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട്? സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് മീൻസ് പകുതി, ഒരു ഹാഫ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് അളവിൽ മാത്രം സോലുബിൾ ആകുന്ന സോൾട്ടിനെയാണ് നമ്മൾ സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് എന്ന് പറയുന്നത്. സോ സോലുബിലിറ്റി ഈക്വിലിബ്രിയം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോലുബിലിറ്റി ഓഫ് സോൾട്ട് ഡിപ്പെൻഡ് ഓൺ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് സോൾട്ട്. എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു സോൾട്ടിന്റെ ലാറ്റിസ് എൻതാൽപ്പി, അവിടുത്തെ സ്ട്രെങ്തിനെയാണ് solubility of salt depend ചെയ്യുന്നത്. and also solvation enthalpy of the ions in the solution. എന്തിനേക്കാണ് ഡിപെൻഡ് ചെയ്യുന്നത്? ഒന്ന് അവിടുത്തെ ലാറ്റിസ് എൻതാൽപ്പിയെയും പിന്നൊന്ന് അവിടുത്തെ സൊല്യൂഷനിലെ അയോൺസിന്റെ സോൾവേഷൻ എൻതാൽപ്പിയെ ആണ് ഡിപെൻഡ് ചെയ്യുന്നത്. For a salt to dissolve in a solvent, the strong forces of attraction between its ions must be overcome by the ion-solvent interaction. എന്താണ് ഒരു സോൾട്ട് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ആകണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് വേണ്ടത്? there needs a strong force of attraction. അയോൺസ് തമ്മിലും മാത്രമല്ല അയോൺ സോൾവെന്റ് ഇന്ററാക്ഷൻ ഓവർകം ചെയ്യാനായിട്ട് അവിടെ ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ആവശ്യം. The solvation enthalpy of ions എന്ന് പറയുന്നത് എന്താണ്? is referred to as solvation which is always negative. എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. that means energy released in the process of solvation negative value ആയിരിക്കും. So the next is some points. Amount of solvation enthalpy depends on nature of the solvent. ഈ സോൾവേഷൻ എൻതാൽപ്പി എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നു? അവിടുത്തെ നേച്ചർ, ആ സോൾവെന്റിന്റെ സ്വഭാവത്തെ ബേസ് ചെയ്താണ് സോൾവേഷൻ എൻതാൽപ്പി ഉള്ളത്. ആൻഡ് ഇൻ കേസ് ഓഫ് നോൺ പോളാർ സോൾവെന്റ്, ഒരു നോൺ പോളാർ സോൾവെന്റ് ആണെന്നുണ്ടെങ്കിൽ സോൾവേഷൻ എൻതാൽപ്പി ഡിപെൻഡ് ചെയ്യും വളരെ സ്മോൾ ആയിരിക്കും. മാത്രമല്ല ലാറ്റിസ് എൻതാൽപ്പി, സോൾട്ടിന്റെ ലാറ്റിസ് എൻതാൽപ്പിയെ ഓവർകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടും ആയിരിക്കും. And salt does not dissolve in a non-polar solvent.
സോൾട്ട് എപ്പോഴും ഒരു നോൺ പോളാർ, ദാറ്റ് മീൻസ് പൊളാരിറ്റി ഇല്ലാത്ത ഒരു സോൾവെന്റിൽ ഒരു സോൾട്ട് എപ്പോഴും ഡിസോൾവ് ആകണമെന്നില്ല. ആസ് എ ജനറൽ റൂൾ, ഒരു ജനറൽ റൂൾ പോലെ പറയാണ്, ഫോർ എ സോൾട്ട് ടു ബി ഏബിൾ ടു ഡിസോൾവ് ഇൻ എ പെർട്ടിക്കുലർ സോൾവെന്റ്, ഒരു പെർട്ടിക്കുലർ സോൾവെന്റിൽ സോൾട്ട് ഡിസോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സോൾവേഷൻ എൻതാൽപ്പി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ലാറ്റിസ് എൻതാൽപ്പി. ഒരു സോൾട്ട് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ആകണം എന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത കണ്ടീഷൻ? അവിടുത്തെ സോൾവേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ലാറ്റിസ് എൻതാൽപ്പിയെക്കാളും കൂടുതലായിരിക്കണം. സോ ദാറ്റ് ലാറ്റർ മേ ബി ഓവർകം ബൈ ഫോർമർ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒന്ന് മറ്റൊന്നിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോളിബിലിറ്റി ഓഫ് സോൾട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഇവിടെ വരുന്നുണ്ട്. So next is the solubility product constant. നമ്മൾ എപ്പോഴും solubility product constantനെ KSP എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. That means solubility product. എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ എഴുതുന്നത് നോക്കാം. ഒരു സോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്മൾ mxp+ into xq+ എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറയുന്നത് mxy gives xmp plus aqueous plus yxq plus aqueous. ഇങ്ങനെയാണ് നമുക്ക് ആ ജനറൽ ഇക്വേഷൻ എഴുതുന്നത്. ദാറ്റ് മീൻസ് ദ സോളിബിലിറ്റി ഇൻ ദിസ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു KSP by x raised to x y raised to y whole raised to 1 by x plus y. ഈ ഒരു റിലേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് സോളിബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റന്റ്. ആൻഡ് നെക്സ്റ്റ് ഈസ് solubility product constant is given by, കുറച്ച് മുമ്പ് എഴുതിയ റിലേഷൻ എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. ലുക്ക്, KSP എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എഴുതിയ ഇക്വേഷന്റെ ബേസിസിൽ, ദാറ്റ് ഈസ് mxxy giving xm raised to p plus y x raised to q plus. ഈ ഒരു റിയാക്ഷനിൽ നിന്നാണ് നമ്മൾ, റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, ഈ റിയാക്ഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരുന്നത്. സി KSP is equal to concentration of mp+ into concentration raised to x into concentration of xq minus raised to y. അതിനെ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം, xx raised to x into ys raised to y. ഈ ഒരു രൂപത്തിൽ നമുക്ക് എഴുതാം. ആൻഡ് KSP is given by x raised to x into y raised to y into s raised to x plus y. അതിൽ നിന്ന് നമ്മൾ x plus y s x plus y നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് KSP by x into x raised to x into y raised to y. And this is s raised to x plus y. അതിൽ നിന്ന് നമുക്ക് x എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ടേം ഇപ്പുറത്തേക്ക് പോകുന്നു. അങ്ങനെ s is equal to KSP by x raised to x into y raised to y whole raised to 1 by x plus y. ഈ രൂപത്തിലാണ് നമുക്ക് സോളിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള റിലേഷൻ നമുക്ക് കിട്ടുന്നത്. ഇവിടെ KSP എന്ന് പറയുന്ന ടേം ഈസ് ഗിവൺ ബൈ QSP when the concentration of one or more species is not the concentration under equilibrium. Equilibrium അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ KSP എന്ന ടേമിന് പകരം QSP എന്ന ടേം യൂസ് ചെയ്യും. And obviously KSP is equal to QSP എപ്പോഴാണ്? Otherwise equilibrium but otherwise it gives the direction of process of precipitation or dissolution. Precipitation സമയത്ത് equilibrium അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വാല്യൂ തരുന്ന എന്തിനേക്കാണ്? ഒന്നുകിൽ precipitation അല്ലെങ്കിൽ dissolution ഒക്കെയാണ് നമുക്ക് തരുന്നത്. സോ നെക്സ്റ്റ് ഈസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് കോമൺ അയോൺ ഇഫക്റ്റ് ഓഫ് solubility of ionic salt. Common ion effect എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നോക്കാം എന്താണ് common ion effect of solubility of ionic salt. If we increase the concentration of any one of the ion, നമ്മൾ ആ സൊല്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷനിലെ ഏതെങ്കിലും ഒരു അയോണിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് കമ്പൈൻ വിത്ത് ദ അയോൺസ് ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ചാർജ്. എന്തുമായിട്ട് കമ്പൈൻ ചെയ്യും? ഓപ്പോസിറ്റ് ചാർജ് ഉള്ള അയോണുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ആൻഡ് സം ഓഫ് ദ സോൾട്ട് വിൽ ബി പ്രസിപിറ്റേറ്റഡ് വൺസ് അഗൈൻ. അതിനുശേഷം എന്താണ് നമ്മൾ കൂടുതൽ എടുക്കുകയാണ്. ആ സമയത്ത് മറ്റേതെങ്കിലും ഓപ്പോസിറ്റ് ചാർജുള്ള സ്പീഷീസുമായിട്ട് റിയാക്ട് ചെയ്യുകയും പ്രസിപ്പിറ്റേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. ആൻഡ് സിമിലർലി
if the concentration of one of the ion is decreased, decrease ചെയ്യണം, increase ചെയ്യല്ല, decrease ചെയ്യാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ more salt will dissolve to increase the concentration. കൂടുതൽ salt എന്ത് ചെയ്യാണ്, അവിടെ dissolve ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? അവിടുത്തെ concentration increase ചെയ്യാൻ വേണ്ടി. എന്തൊക്കെയാണ്? For both the ions where it will be again precipitated. പിന്നെയും precipitate ചെയ്യാൻ വേണ്ടി അവിടെ concentration of ions increase ചെയ്യാണ്. The solubility of salt of weak acids like phosphate increases at lower pH. pH value കുറവായിരിക്കുന്ന സമയത്ത് weak acidന്റെ solubility, phosphate പോലുള്ള weak acidന്റെ solubility increase ചെയ്യും. എപ്പോഴാണ്? lower pH value ഉള്ള സമയത്ത്. This is because lower pH ഉള്ള സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ concentration of anion decreases due to protonation. Protonationന്റെ ഭാഗമായിട്ട്, anion means നെഗറ്റീവ് വാല്യൂ ഉള്ള സ്പീഷീസ് ആണ്. പ്രോട്ടോണേഷന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ലോവർ pH ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ആനിയം ഡിക്രീസസ്. ഈ ഒരു പ്രശ്നം കാരണം സോളിബിലിറ്റി എന്താണ് സംഭവിക്കുന്നത്? വിൽ ഇൻക്രീസ്. ഓൾറൈറ്റ്, നെക്സ്റ്റ് നമ്മളിപ്പോ പറഞ്ഞൊരു വാക്കാണ് പ്രോട്ടോണേഷൻ. എന്താണ് പ്രോട്ടോണേഷൻ? പ്രോട്ടോണേഷൻ ഇസ് ദ പ്രോസസ്, ഇസ് ദ അഡീഷൻ ഓഫ് എ പ്രോട്ടോൺ. ഒരു H+ സ്പീഷീസിന്റെ അഡീഷനെയാണ് നമ്മൾ പ്രോട്ടോണേഷൻ എന്ന് പറയുന്നത്. ടു ആൻ ആറ്റം ഓർ മോളിക്യൂൾ, ഒരു ആറ്റത്തിലേക്കോ അയോണിലേക്കോ ഒരു H+ സ്പീഷീസിനെ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന എന്താണ്? ഒരു കോൺജുഗേറ്റ് ആസിഡ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ഇത്രയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓരോ കോൺസെപ്റ്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന്. എന്താണ് ഇക്വിലിബ്രിയം എന്ന് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചു. പിന്നെന്താണ് ഓരോ പ്രിൻസിപ്പിൾസ്, ആസിഡ്സ്, ആസിഡ് ബേസ്ഡ് തിയറീസ്, ഇതെല്ലാം പഠിച്ചു. കുറെ കോൺസ്റ്റന്റുകൾ നമ്മൾ പഠിച്ചു. അയണൈസേഷൻ കോൺസ്റ്റന്റ്, അയണൈസേഷൻ ഇക്വിലിബ്രിയം, അങ്ങനെ പല ടൈപ്പ് കോൺസ്റ്റന്റുകൾ. മാത്രമല്ല സോളിബിലിറ്റി പ്രോഡക്റ്റ് പഠിച്ചു. പിന്നെന്താണ് മെയിൻ ആയിട്ടും പഠിച്ചതാണ് കോമൺ അയോൺ ഇഫക്റ്റ്, ബഫർ സൊല്യൂഷൻസ്. ഇതെല്ലാം ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ മെയിൻ കോൺസെപ്റ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആവശ്യം മെയിൻ ആയിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ you can see that the following concentrations were obtained for formation of ammonia from N2 and H2 at equilibrium at 500 Kelvin. N2 ന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 1.5 × 10⁻². ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 3.0 × 10⁻². ആൻഡ് അമോണിയയുടെ കോൺസെൻട്രേഷൻ 1.2 × 10⁻3. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് വാല്യൂസ് ഓഫ് കോൺസെൻട്രേഷൻസ് ഓഫ് നൈട്രജൻ, ഹൈഡ്രജൻ ആൻഡ് അമോണിയ. മൂന്നിന്റെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായി നമുക്ക് ആദ്യം ഇതിന്റെ റിയാക്ഷൻ എങ്ങനെയാണ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് N2 plus H2 gives NH3. നിങ്ങൾക്ക് അറിയാം ഹേബർ പ്രോസസ് ആണ് അല്ലെ? അപ്പോൾ ഹേബർ പ്രോസസ് ആകുമ്പോൾ ദിസ് ഇസ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇതിനെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം? N2 plus H2 gives NH3. ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ? അല്ല. അപ്പോൾ നമുക്ക് 3H2 plus 2 ബാലൻസ്ഡ് ആയല്ലോ. ആയി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇതെല്ലാം ഏത് സ്റ്റേറ്റിലാണ്? These all are in gaseous form. gaseous ഫോമിലാണെന്ന് നമ്മൾ എഴുതി. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നമുക്ക് വേണ്ടത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. K ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ K കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഓഫ് ദ റിയാക്റ്റൻസ്. ദാറ്റ് മീൻസ് NH3
by എന്താണ് N2 into H2. And one thing, stoichiometry base ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ raised to power നമ്മൾ എഴുതണം, because this is not a first order reaction. So raised to 2, ഈ 2 നമ്മൾ പവർ ആയിട്ട് എഴുതി. നെക്സ്റ്റ് ഹൈഡ്രജന് 3. So this is the equilibrium constant equation for this particular reaction. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇതെല്ലാം വാല്യൂസ് തന്നിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഡയറക്റ്റ് നമുക്ക് വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്, അമോണിയയുടെ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 1.2 into 10 raised to minus 2 raised to 2 square divided by എന്താണ് നൈട്രജന്റെ എത്രയാണ് 1.5 into 10 raised to minus 2 into next is hydrogenന്റെ concentration എത്രയാണ് 3.0 into 10 raised to minus 2 raised to 3 cube. ഇങ്ങനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈ ഒരു റിയാക്ഷനിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ്, ഫസ്റ്റ് നമ്മൾ ആ റിയാക്ഷൻ എഴുതുന്നു, ബാലൻസ്ഡ് റിയാക്ഷൻ നമ്മൾ എഴുതുന്നു. നെക്സ്റ്റ് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K is equal to പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻസ് ഓഫ് ദ റിയാക്ടൻസ് റേസ് ടു അവരുടെ എല്ലാം പവർ. അത് നമ്മൾ എത്രയാണോ ഓരോ റിയാക്ഷന്റെയും വാല്യൂ അതിനനുസരിച്ച് പവർ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നിങ്ങൾ ഇത് ചെയ്ത് വരുമ്പോൾ, സിംപ്ലിഫൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുമായിരിക്കും? ആ ആൻസർ ആണ് ഇവിടെ സൈഡിൽ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദിസ് റിയാക്ഷൻ. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് this one. At equilibrium, the concentrations of N2 is equal to 3.0 into 10 raised to minus 3 molar. Oxygen is equal to 4.2 into 10 raised to minus 7 and NO is equal to 2.8 into 10 raised to minus 3 m. In a sealed vessel at 800 Kelvin, what will be the equilibrium constant for this reaction? So, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ജസ്റ്റ് അപ്ലൈ ഇറ്റ് ഓൺ ദി ഇക്വേഷൻ. സോ നോക്കിക്കേ, പ്രത്യേകം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറയുന്നത് സീൽഡ് വെസൽ. എന്താണ് ഈ സീൽഡ് വെസലിന്റെ പ്രത്യേകത? സീൽഡ് വെസലിൽ ഇരിക്കുമ്പോൾ ഉള്ള പ്രത്യേകത നമ്മൾ പഠിച്ചു. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സാധനം എക്സിസ്റ്റ് ചെയ്യണം എങ്കിൽ അതൊരു ക്ലോസ്ഡ് വെസൽ ആയിരിക്കണം. ദാറ്റ് ഈസ് ദ സീൽഡ് വെസൽ. So, ഇവിടെ equilibrium exist ചെയ്യുന്നുണ്ട്. So we can apply the equilibrium equation. So, നോക്കിക്കേ, നമുക്ക് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. നൈട്രജന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ഓക്സിജന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, പ്രോഡക്റ്റ് ആയ NOയുടെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇനി ഡയറക്റ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ വി ക്യാൻ റൈറ്റ് K is equal to എന്താണ് ആദ്യം പ്രോഡക്റ്റ് NO, concentration of product raised to square E2 divided by N2 into O2. ഇതാണ് നമ്മുടെ ഈ റിയാക്ഷനിലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്ങനെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. NOയുടെ കോൺസെൻട്രേഷൻ എത്രയാണ്? 2.8 into 10 raised to minus 3 the whole square divided by എത്രയാണ്? N2ന്റെ കോൺസെൻട്രേഷനും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3.0 into 10 raised to minus 3 into ഓക്സിജന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 4.2 into 10 raised to minus 3. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. എന്താണ് നമ്മൾ ചെയ്തത്? ഫസ്റ്റ് നമുക്ക് റിയാക്ഷൻ ഡയറക്റ്റ് തന്നിട്ടുണ്ട്.
എല്ലാത്തിന്റെയും കോൺസെൻട്രേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? റേറ്റ് ഇക്വേഷൻ ഓർ ഇക്വിലിബ്രിയം ഇക്വേഷൻ നമ്മൾ എഴുതി ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നതാണ് ഈ തന്നിട്ടുള്ളത് 0.622. ഇതും നേരത്തെ ചെയ്തതുപോലുള്ള സെയിം ടൈപ്പ് പ്രോബ്ലം ആണ്. ഇനി നമ്മൾ ഇതുപോലുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യും. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. PCl5, PCl3 and Cl2 are at equilibrium at 500 Kelvin and having concentration 1.59 molar PCl3, 1.59 molar Cl2 and 1.491 molar PCl5. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? Calculate the equilibrium constant for this reaction. റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? റേറ്റ് കോൺസ്റ്റന്റ് ഓർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. നോക്കിക്കേ, നമുക്ക് PCl5ന്റെ PCl3യുടെ Cl2ന്റെ എല്ലാ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സി, ഇവിടെ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ PCl5 gives PCl3 plus Cl2 എന്നാണ്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? ഇവിടുത്തെ PCl3 and Cl2. അപ്പൊ അതായിരിക്കും നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. സോ നോക്കാം. Kc ഇക്വേഷൻ ഈസ് ഈക്വൽ ടു PCl3 into Cl2 divided by PCl5. ഇങ്ങനെയാണ് ഈ ഇക്വേഷന്റെ റേറ്റ് അല്ലെങ്കിൽ ലോ ഓക്കെ ഇക്വിലിബ്രിയം ഇക്വേഷൻ നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ ഇനി എന്താണ്? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. PCl3യുടെ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 1.59 into Cl2ന്റെ 1.59 divided by PCl5 1.41. ഓക്കെ, സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.79 ആയിരിക്കും. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ 3 ടൈപ്പ് പ്രോബ്ലംസും ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ 3 ടൈപ്പ് പ്രോബ്ലംസും? സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ സീ ദ ക്വസ്റ്റ്യൻ പ്ലീസ്. ഫോർ ദ ഇക്വിലിബ്രിയം 2.2 NaCl gives 2No plus Cl. നെക്സ്റ്റ് ഒരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ദ വാല്യൂ ഓഫ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc is equal to is 3.75 into 10 raised to minus 6 at 1069 Kelvin. Calculate the Kp for the reaction at this temperature. അപ്പോൾ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാനുള്ള എന്താണ്? Kp ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. Kp കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു. എന്തായിരുന്നു? Kc RT raised to delta n. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ Kc വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് R എന്ന് പറയുന്നത് നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് 0.0831. ഈ വാല്യൂയിലാണ് നമ്മൾ R എടുക്കുന്നത്. ഇവിടെ ഡെൽറ്റ n എത്രയാണ്? ഡെൽറ്റ n is equal to 2 plus 1 minus 1 ആണ് നമ്മുടെ ഇവിടുത്തെ ഡെൽറ്റ n വാല്യൂ എന്ന് പറയുന്നത്. ഇത് വെച്ച് നമുക്ക് ബാക്കി വാല്യൂസ് ഇടാം. Therefore Kp is equal to Kc നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? 3.75 into 10 raised to minus 6 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. Then what is R? R വാല്യൂ നമുക്കുണ്ട് 0.0831 into എത്രയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ? കെൽവിൻ സ്കെയിലാണ് തന്നിട്ടുള്ളത്. സോ ദർ ഇസ് നോ നീഡ് ഓഫ് ചേഞ്ചിങ് ദ യൂണിറ്റ്. സോ 1069 raised to എത്രയാണ്? ദിസ് വിൽ ഗിവ്സ് 2 plus 1 minus 1 will gives 1. Then it is equal to, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.033 എന്ന വാല്യൂ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, സോ Kp ആണ് കോൺസ്റ്റന്റ് ആണ്. സോ ദർ ഇസ് നോ യൂണിറ്റ് ഫോർ ദിസ്. ഓക്കെ, സോ ദിസ് ഇസ് ദ മെത്തേഡ് ഓഫ് ഡൂയിങ് പ്രോബ്ലംസ് ലൈക്ക് ദിസ്. ഓക്കെ, സോ നമുക്ക് നോക്കാം നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആൻഡ് ക്വസ്റ്റ്യൻ.
The value of Kc for the reaction 2A giving B plus C is 2 into 10 raised to minus 3. At a given time, the composition of reaction mixture is A is equal to B is equal to C is equal to 3 into 10 raised to minus 4 molar. In which direction the reaction will proceed? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് റിയാക്ഷന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് ആവശ്യം. അപ്പം ഇതെങ്ങനെ ചെയ്യും? അപ്പം നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? നമുക്ക് ക്വസ്റ്റ്യന് Kc വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 2 into 10 raised to minus 3 എന്ന Kc വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് റിയാക്ഷൻ കോമ്പോസിഷൻ മിക്സ്ചറിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. 3 into 10 raised to minus 4 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റിയാക്ഷന്റെ ഡയറക്ഷൻ ആണ്. റിയാക്ഷന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ് ആവശ്യം? യെസ്, റിയാക്ഷൻ കോഷ്യന്റ് നമുക്ക് വേണം. റിയാക്ഷൻ കോഷ്യന്റ് QC is equal to, ഈ റിയാക്ഷൻ കോഷ്യന്റ് നമുക്ക് എങ്ങനെ എഴുതാം? That is concentration of B into concentration of C by concentration of A. നോക്കിക്കേ, A എന്ന് പറയുന്നത് 2A ആണ്. അപ്പം raised to 2 ഇത് എഴുതും ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? കോൺസെൻട്രേഷൻസ് എല്ലാം ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 into 10 raised to minus 4 into 3 into 10 raised to minus 4 by 3 into 10 raised to minus 4 square. Okay, ഇതെല്ലാം കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്രയായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ will be 1. നോക്കിക്കേ, ഈ റിയാക്ഷനിൽ QC ആണോ KC ആണോ വലുത്? KC നമുക്ക് തന്നിട്ടുണ്ട് 2 into 10 raised to minus 3. അങ്ങനെയാണെങ്കിൽ QC is greater than KC. That means എന്താണ്? ഈ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലായിരിക്കും? Or this reaction will be reversible reaction. Okay, അങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിക്കേ, the value of delta G0 for the phosphorylation of glucose in glycolysis is 13.8 kilojoule per mole. Find the value of Kc at 298 Kelvin. നമുക്ക് എന്താണ് ഡെൽറ്റ ജി വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 13.8 കിലോജൂൾ പെർ മോൾ ആണെന്ന് തന്നിട്ടുണ്ട്. Kc ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടെമ്പറേച്ചറും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ പ്രോബ്ലം ആണ് നമ്മൾ ഈ അടുത്ത ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ G0 is equal to minus RT ln Kc. ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിവിടെ ഡെൽറ്റ ജി വാല്യൂ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ Kcക്ക് വേറെ ഇക്വേഷൻ എടുക്കുകയാണ്. സോ ഇവിടെ ഡെൽറ്റ ജി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഡെൽറ്റ G0 is equal to എത്രയാണ് തന്നിട്ടുണ്ട്? 13.8 കിലോജൂൾ പെർ മോൾ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ നമുക്കിതെല്ലാം SI യൂണിറ്റിലാക്കുക. ഈ കിലോജൂളിനെ നമ്മൾ ജൂൾ പെർ മോൾ ആക്കാനായിട്ട് 13.8 into 10 raised to 3 ജൂൾ പെർ മോൾ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ നമ്മൾ R വാല്യൂ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. നമ്മളിവിടെ എടുത്ത R വാല്യൂ എന്ന് പറയുന്നത് 8.314 ആണ് നമ്മൾ R വാല്യൂ എടുക്കുന്നത്. ഇനി നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. T is equal to 298 Kelvin. ഇങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് എല്ലാം കൊടുക്കാം. That is 30.8 into 10 raised to 3 is equal to minus R എത്രയാണ്? 8.314 into എത്രയാണ്? ടെമ്പറേച്ചർ 298 into ln Kc. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും ടേംസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പം ln Kc is equal to എങ്ങനെയാകുന്നു? ഇത് താഴേക്ക് വരുമ്പോഴത്തേക്കും ഈ മൈനസ് ആയി മാറുന്നു. അപ്പം 13.8 into 10 raised to 3 divided by 8.314 into 298 എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നു. ലാസ്റ്റ് നമ്മൾ Kc വാല്യൂ ഇതെല്ലാം സോൾവ് ചെയ്ത് വരുമ്പോൾ Kc വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 3.81 into 10 raised to minus 3 ആണ്
നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. സോ നമുക്ക് വേണ്ടത് Kc വാല്യൂ ആണ് അറ്റ് 298 കെൽവിൻ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ΔG0 ഈസ് ഈക്വൽ ടു മൈനസ് RT ln Kc. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം നമ്മൾ ആ ഇക്വേഷനിൽ ΔG വാല്യൂ നമ്മൾ ജൂൾ പെർ മോളിലാക്കുമ്പോൾ 13.8 into 10⁻³ കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. R വാല്യൂ നമ്മളിവിടെ 8.314 ആണ് എടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ 298 കെൽവിൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഫോർമുലയിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിനുശേഷം അതിൽ നിന്ന് Kc വാല്യൂ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തതുപോലത്തെ അടുത്തൊരു ടൈപ്പ് പ്രോബ്ലം ആണ് ഇത്. സെയിം തന്നെയാണ്, ഇക്വേഷൻസ് എല്ലാം സെയിം തന്നെയാണ്. നോക്കിയേ, ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ് ഗീവ്സ് സൂക്രോസ് പ്ലസ് H2O gives glucose plus fructose. Kc for the reaction is 2 into 10⁻13 at 300 Kelvin. Calculate ΔG0 at 300 Kelvin. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ΔG0 ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇക്വേഷൻ തന്നെ എല്ലാം തന്നിട്ടുണ്ട്, വാല്യൂസ് എല്ലാം. ഏത് ഫോർമുല വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്? മൈനസ് RT ln Kc. ഈ ഒരു ഫോർമുല വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. മൈനസ് ആറിന്റെ വാല്യൂ നമ്മൾ ഇതിലും 8.314 എന്ന് തന്നെയാണ് എടുക്കുന്നത്. ഇൻറ്റു ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 300 ഇൻറ്റു ln Kc വാല്യൂ 2 into 10⁻13. സ്വാഭാവികമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് 7.64 into 10⁻4 ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ഇതിന്റെ യൂണിറ്റ് എന്താണ്? എനർജിയാണ്. സോ ജൂൾ പെർ മോൾ ആണ് ഇതിന്റെ യൂണിറ്റ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ കോൺജുഗേറ്റ് ബേസ് ഫോർ ദ ഫോളോയിങ് ബ്രോൺസ്റ്റഡ് ആസിഡ്സ്? നമുക്ക് കുറച്ച് ബ്രോൺസ്റ്റഡ് ആസിഡ്സ് തന്നിട്ടുണ്ട്. HF, H2SO4, HCO3 മൈനസ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? കോൺജുഗേറ്റ് ബേസുകൾ ഏതൊക്കെയാണ്? ദാറ്റ് മീൻസ് ഈ തന്നിട്ടുള്ള ആസിഡുകളുടെ കോൺജുഗേറ്റ് ബേസുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം കോൺജുഗേറ്റ് ബേസ് ആകണമെങ്കിൽ എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ? ഒരു പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ് ഇവിടുത്തെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ HF-ൽ നിന്നും ഒരു പ്രോട്ടോൺ, ദാറ്റ് മീൻസ് ഒരു H ഡൊണേറ്റ് ചെയ്യുമ്പോൾ HF എങ്ങനെയാകുന്നു? HF will becomes fluorine F minus. So the conjugate base of HF is F minus. ഇനി H2SO4 ആണെങ്കിലോ ഒരു പ്രോട്ടോൺ ഈ ഒരു ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്ത് HSO4 പ്ലസ് ആകുന്നു. നെക്സ്റ്റ് ഇസ് HCO3. HCO3 മൈനസ്. ഇതിൽ നിന്നും ഈ H പോകുമ്പോൾ ഇതെന്താവുന്നു? CO3 മൈനസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കോൺജുഗേറ്റ് ബേസ്, ആസിഡുകളുടെ കോൺജുഗേറ്റ് ബേസുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോൺജുഗേറ്റ് ആസിഡ്സ് ആണ്. കോൺജുഗേറ്റ് ആസിഡ് ആവുമ്പോൾ ദേ ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. സോ നമുക്ക് നോക്കാം. NH2 മൈനസ് NH3 HCOO മൈനസ്. ഇത്രയും ആൾക്കാരുടെ കോൺജുഗേറ്റ് ആസിഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. NH2 when gains a proton it will become NH3. Okay, and NH3 ഒരു പ്രോട്ടോൺ അതിന് കിട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? it will become NH4 plus. and HCO മൈനസ് ആണ് ഒരു പ്രോട്ടോൺ അതിന് ലഭിക്കുമ്പോൾ HCOO H ആകുന്നു. ഇങ്ങനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഇവരുടെ കോൺജുഗേറ്റ് ആസിഡ്സ്. കുറച്ചു മുമ്പ് നമ്മൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെയുള്ള രണ്ട് ഒരുമിച്ച് ചോദിച്ചേക്കാണ് കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും. ഏതൊക്കെയാന്ന് നോക്കാം. H2O, HCO3 മൈനസ് HSO4 മൈനസ് NH3. ഇത്രയും കോമ്പൗണ്ട്സിന്റെ കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ്
ബേസ്. ഫസ്റ്റ് ഇസ് H2O, വാട്ടർ ആണ്. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ H3O പ്ലസ്. കോൺജുഗേറ്റ് ബേസ് ആകുമ്പോഴോ OH മൈനസ്, ഒരു ഹൈഡ്രജൻ കളയാണ് ചെയ്യുന്നത്. അപ്പം OH മൈനസ് ആകും. നെക്സ്റ്റ് ഈസ് CO3 മൈനസ്. ഇവിടെ ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ആവുന്നത്? H2CO3 ആവുന്നു. ഒരെണ്ണം നഷ്ടപ്പെടുമ്പോഴോ CO3 മൈനസ്, അതിന്റെ അയോൺ ഫോമിലേക്ക് പോകണം. നെക്സ്റ്റ് ഈസ് HSO4 മൈനസ്. HSO4ലേക്ക് ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ H2SO4ഉം ഒരെണ്ണം ഡൊണേറ്റ് ചെയ്യുമ്പോൾ SO4 മൈനസും ആകുന്നു. ലാസ്റ്റ് വൺ ഈസ് അമോണിയ NH3, അക്സെപ്റ്റ് ചെയ്യുമ്പോൾ NH4 പ്ലസും ഡൊണേറ്റ് ചെയ്യുമ്പോഴോ NH2 മൈനസും ആണ് ആവുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ് ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. The concentration of hydrogen ion in a sample of soft drink is 3.8 into 10 raised to minus 3 m. What is its pH? അപ്പം നമുക്ക് ഒരു സൊല്യൂഷന്റെ pH വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സോഫ്റ്റ് ഡ്രിങ്കിന്റെ ആണ്. സോ നമുക്ക് അതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 3.8 into 10 raised to minus 3 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം pH കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ലോ കോൺസെൻട്രേഷൻ ഓഫ് H. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മൈനസ് ലോ കോൺസെൻട്രേഷൻ ഓഫ് H നമുക്ക് തന്നിട്ടുണ്ട് 3.8 into 10 raised to minus 3. ഇത് നമ്മൾ സോൾവ് ചെയ്ത് എടുക്കുമ്പോൾ മൈനസ് ലോഗ് 3.8 പ്ലസ് ലോഗ് 10 raised to minus 3 രണ്ടും നമ്മൾ ചെയ്യണം. നമുക്ക് ഫൈനലായിട്ട് വരുന്ന ആൻസർ ആണ് 2.42. ഇതാണ് ഇതിലെ pH വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതുപോലെ pH വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് തന്നെയാണ്. pH വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The pK of acetic acid and pKb of ammonium hydroxide are 4.76 and 4.75 respectively. എത്രയാണ് അസറ്റിക് ആസിഡിന്റെ pK വാല്യൂ? 4.76 ഉം pKb of ammonium hydroxide 4.75 ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ pH കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ആ ഇക്വേഷൻ? 7 plus half into pKa plus pKb. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതിൽ pKa വാല്യൂ പ്ലസ് അല്ല, pKa വാല്യൂ ആൻഡ് pKb വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഡയറക്റ്റ് ആ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 7 പ്ലസ് ഹാഫ് ഇൻറ്റു pKa വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 4.76 മൈനസ് 4.75. ഇത് നമ്മൾ ഡയറക്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് 7.005 ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഫോർമുല വെച്ച് നമുക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. നമ്മളിന്ന് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നിന്നും 12 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുക, നല്ല നീറ്റായിട്ട് പഠിക്കുക. സോ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. സോ ഹോപ്പ് യു ആൾ എൻജോയ് ദ ക്ലാസ് ആൻഡ് താങ്ക് യു.